ഹായ്, എൻ്റെ പേര് സാലിം മുബാറക്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ഇൻഡക്ഷൻ മോട്ടോറിലെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഇനി അടുത്ത 10 ക്വസ്റ്റ്യൻസ് ഇന്നിവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പം അതിൽ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റോട്ടോർ പവർ ഔട്ട്പുട്ട് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഈസ് 15 കിലോവാട്ട് ആൻഡ് കറസ്പോണ്ടിങ് സ്ലിപ്പ് ഈസ് 4%. ദ റോട്ടോർ കോപ്പർ ലോസ് വിൽ ബി. നമ്മൾ തന്നത് ഒരു റോട്ടോറിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് 15 കിലോ വാട്ട് എന്ന് തന്നിട്ടുണ്ട്. 15 കിലോ വാട്ട് എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ സ്ലിപ്പ് എന്ന് പറഞ്ഞത് 4% ആണ് എന്ന് തന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞത് റോട്ടോർ കോപ്പർ ലോസ് കാണാനാണ് പറഞ്ഞത്, അല്ലെ? റോട്ടോർ കോപ്പർ ലോസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പവർ ഫ്ലോ ഡയഗ്രാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞത് റോട്ടോർ കോപ്പർ ലോസ് ആണ്, S/P2 ആണ്. ഇതാണ് കാണാൻ പറഞ്ഞത്. സ്ലിപ്പ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, P2 തന്നിട്ടില്ല. നിങ്ങൾക്ക് തന്നത് ഔട്ട്പുട്ട് പവർ ആണ് തന്നത്, 15 കിലോ വാട്ട്, അല്ലെ? P2 എന്ന് പറഞ്ഞത് എന്താണ്? ഇൻപുട്ട് പവർ ആണ്. അപ്പം ഔട്ട്പുട്ട് പവർ കാണാൻ ഇക്വേഷൻ 1 - S/P2 ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് പവർ കാണാം. ഔട്ട്പുട്ട് പവർ തന്നിട്ടുണ്ട്, അത് 1 - S/P2 ആണ്. അതിൽ P2 അത് വെച്ചിട്ട് നമുക്ക് P2 കാണാം. P2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി എന്ത് ചെയ്യാം? ഈ കോപ്പർ ലോസ് കാണാം. അപ്പോൾ നമ്മൾ അതിന്റെ ഡിസ്കഷനിലേക്ക് പോവാം. റോട്ടോർ ഔട്ട്പുട്ട് എന്നത് 15 കിലോ വാട്ട് ആണ്. അപ്പൊ ഇക്വേഷനായി വരുമ്പോൾ റോട്ടോർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1 - S ഇൻറ്റു റോട്ടോർ ഇൻപുട്ട്. പവർ ഫ്ലോ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടു, അല്ലെ? എസ് എന്ന് പറഞ്ഞാൽ 4% ആണ്. സാധാരണ സ്ലിപ്പ് നമ്മൾ പെർസെൻറ്റേജിലാണ് റെപ്രസെന്റ് ചെയ്യുക. അതിനെ വാല്യൂയിലേക്ക് മാറ്റുമ്പോൾ 0.04 ആക്കി എഴുതാം. അപ്പോൾ റോട്ടോർ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ റോട്ടോർ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു 1 - S ഇൻറ്റു റോട്ടോർ ഇൻപുട്ട്. എസ് എന്ന് പറഞ്ഞാൽ 0.04, ഒരു 0.96 ഇൻറ്റു റോട്ടോർ ഇൻപുട്ട് ആയി മാറും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. റോട്ടോർ ഇൻപുട്ട് ഇവിടെ വെച്ചിട്ട് 1500 ഡിവൈഡ് ബൈ 0.96 ചെയ്ത് കഴിഞ്ഞാൽ 1500 and 625 വാട്ട്സ് നമുക്ക് റോട്ടോർ ഇൻപുട്ട് കിട്ടും. ഇത് റോട്ടോർ ഇൻപുട്ട് ആണ്, ഇത് റോട്ടോർ ഔട്ട്പുട്ട് ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 625 വാട്ട് ആണ്. അതെന്തായിരിക്കും? അതിന്റെ ലോസ് ആയിരിക്കും, അതിന്റെ കോപ്പർ ലോസ് ആയിരിക്കും. അതായിരിക്കും നമ്മളെ ആൻസർ. നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ട് ഇത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം, S/P2 എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്ലിപ്പ് എന്നത് 0.04 ആണ്. അതിന് റോട്ടോർ ഇൻപുട്ട് എന്ന് പറഞ്ഞത് 15625. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലി 625 വാട്ട് കിട്ടും. അതിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ ആൻസർ കിട്ടും. ഇതിന്റെ ഡിഫറൻസ്, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ലോസ് ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത് 625 വാട്ട് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. To reduce voltage drop problem in industry, the starting sequence of induction motor is ഓപ്ഷൻ എ സ്മോൾ മോട്ടോർ ഫസ്റ്റ്. വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് പലതരം റേറ്റിംഗ് ഉള്ള മോട്ടോർ ഉണ്ടാവും. അപ്പം ഈ ഓരോ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നവരെ നിങ്ങൾക്ക് അറിയാം, ചെറിയൊരു കറണ്ട് സ്റ്റാർട്ടർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചെറിയൊരു കറണ്ട് അധികം എടുക്കും. ആ ടൈമിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് മൊത്തമായിട്ട്, വോൾട്ടേജ് പ്രോബ്ലം മൊത്തമായിട്ട് വരും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഫസ്റ്റ് പറയുന്നത്, നിങ്ങൾ ചെറിയ മോട്ടോർ, സ്മോൾ മോട്ടോർ ഫസ്റ്റ് ആൻഡ് ദെൻ ലാർജ് മോട്ടോർ. സെക്കൻഡ് പറയുന്നത് ലാർജ് മോട്ടോർ ഫസ്റ്റ് ആൻഡ് ദെൻ സ്മോൾ മോട്ടോർ. ഓൾ ലാർജ് ആൻഡ് എല്ലാ ടൈം നിങ്ങൾക്ക് അറിയാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഒരു മോട്ടോറിന്റെ HP അനുസരിച്ച് അതിന്റെ സ്റ്റാർട്ടിങ് കറന്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ലാർജ് മോട്ടോർ ടേക്ക് മോർ സ്റ്റാർട്ടിങ് കറന്റ്. അറിയാം, 5 HP മോട്ടറിലെ 5 HP പവറിലെ കൂടുതലുള്ള മോട്ടോർ സ്റ്റാർട്ടിങ് ടൈമിൽ കൂടുതൽ പവർ കറണ്ട് എടുക്കും, അല്ലെ? കൂടുതൽ കറണ്ട് എടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? കൂടുതൽ വോൾട്ടേജിന്റെ പ്രോബ്ലം ഉണ്ടാവും, അല്ലെ? അപ്പൊ നിങ്ങൾ ഒരു ഐഡിയ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഹൈ പവർ ഉള്ള വെച്ചാൽ, അപ്പം നിങ്ങൾ ഓൾറെഡി ഇങ്ങനെയാണ് ആദ്യം ചെറിയ മോട്ടോറൊക്കെ ഓൺ ചെയ്ത് അതിനുശേഷം ലാർജ് മോട്ടോർ ഓൺ ചെയ്യുകയാണെങ്കിൽ ലാർജ് കറണ്ട് കുറച്ച് കൂടുതൽ കറണ്ട് എടുക്കും. അപ്പൊ എന്ത് ചെയ്യും? ടോട്ടൽ വോൾട്ടേജ് ഡിം ആയിട്ട് നമ്മൾ ചെറിയ മോട്ടോറിന് പ്രോബ്ലം ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ആദ്യം ലാർജ് മോട്ടോർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലാർജ് മോട്ടോർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം ചെറിയ മോട്ടോർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാർജ് മോട്ടോർ ഫസ്റ്റ് ആണെങ്കിൽ ലാർജ് സ്റ്റാർട്ടിങ് കറണ്ട്, കൂടുതൽ കറണ്ട് ഒക്കെ ആദ്യം എടുത്തു കഴിഞ്ഞു, ഇത് പ്രശ്നമല്ല. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ മോട്ടോർ ആണ്. അപ്പൊ ചെറിയ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയൊരു കറണ്ട് മാത്രമേ വലിക്കൂ. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ടോട്ടൽ ഒരു പ്രോബ്ലം കുറയും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ലാർജ് മോട്ടോർ ടേക്സ് മോർ സ്റ്റാർട്ടിങ് കറണ്ട്, സോ ടോട്ടൽ വോൾട്ടേജ് ഇൻ ഇൻഡസ്ട്രി വിൽ ബി റെഡ്യൂസ്, സോ ഇറ്റ് വിൽ അഫക്ട് ദ സ്മോൾ മോട്ടോർ. ഓക്കെ, അങ്ങനല്ലേ? when we are starting large motor first then small motor take high start
സ്മോൾ മോട്ടോർ ടേക്ക് ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ബട്ട് ഇറ്റ് വിൽ നോട്ട് മേക്ക് എനി ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ മോട്ടോർ കറണ്ട് എടുക്കും സ്റ്റാർട്ടിംഗ് ടൈമിൽ എന്തായാലും റേറ്റഡ് കറണ്ടിനെയും കൂടുതൽ കറണ്ട് എടുക്കും. പക്ഷെ എന്നാലും അതെന്ത് ചെയ്യില്ല, ലാർജ് മോട്ടോറിനെ എന്ത് ചെയ്യും, എഫക്ട് ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാർജ് മോട്ടോർ ഫസ്റ്റ് ഓൺ ചെയ്യുക, ലാർജ് മോട്ടോർ ഫസ്റ്റ് ആൻഡ് ദെൻ സ്മോൾ മോട്ടോർ, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ലാർജ് മോട്ടോർ ഫസ്റ്റ് ഓൺ ചെയ്യുക, പിന്നെ ചെറിയ ചെറിയ മോട്ടോർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിലെ വോൾട്ടേജ് പ്രോബ്ലം, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലുള്ള വോൾട്ടേജ് പ്രോബ്ലം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ റണ്ണിംഗ് കണ്ടീഷൻ the rotor reactance of the three phase induction motor proportional to റൺ ചെയ്യുന്ന കണ്ടീഷനിൽ റോട്ടോ റിയാക്ടൻസ് ഓഫ് ദ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പ്രൊപ്പോർഷണൽ ടു സ്ലിപ്പ് സപ്ലൈ വോൾട്ടേജ് റോട്ടോ റിയാക്ടന്റ് ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ്. 4 ഓപ്ഷൻ ഉണ്ട്, അത് നോക്കാം. നിങ്ങൾക്കറിയാം ദ റണ്ണിംഗ് കണ്ടീഷൻ ഫ്രീക്വൻസി ഓഫ് ദ റോട്ടോർ വോൾട്ടേജ് ഈസ്, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. റോട്ടോർ സപ്ലൈയുടെ റോട്ടോർ വോൾട്ടേജിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസി ആണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാർട്ടിംഗ് ടൈമിൽ സ്ലിപ്പ് 1 ആണ്, അപ്പോൾ സ്റ്റേറ്ററിലെ വോൾട്ടേജിന്റെ ഫ്രീക്വൻസിയും റോട്ടോറിന്റെ സപ്ലൈയുടെ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും അല്ലെ. അപ്പം ആ കണ്ടീഷനിൽ പിന്നെ റോട്ടോ റിയാക്ടൻ X2R നമുക്ക് കണ്ടത് റോട്ടോ റിയാക്ടൻസ് തമ്മിലുള്ള റിലേഷൻസ് ആണ്, റോട്ടോ റിയാക്ടൻസും സ്ലിപ്പും തമ്മിലുള്ള റിലേഷൻസ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം ഇൻഡക്ടൻസ്, സോ X2R ഈസ് ഈക്വൽ ടു ഒമേഗ എൽ, നിങ്ങൾക്കറിയാം XL ഈക്വൽ ടു ഒമേഗ എൽ എന്നുള്ള ഇക്വേഷൻ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പം X2R എന്ന റോട്ടോ റിയാക്ടൻസ്, X2 means the rotor reactance, R means the running condition 2 pi FR L2, 2 pi FR എന്ന റണ്ണിംഗ് കണ്ടീഷനിലെ ഫ്രീക്വൻസി ഇൻറ്റു ഇൻഡക്ടൻസ് ഓഫ് ദ റോട്ടോർ, അതാണ് 2 pi FR into L2. ഈ FR എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം, റോട്ടോറിന്റെ ഫ്രീക്വൻസി, റോട്ടോർ സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസിയാണ്, S into F1 ആണ്. അപ്പൊ നമ്മൾ എസിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് 2 pi F1 L2, 2 pi F1 L2 എന്ന് പറഞ്ഞാൽ X2 ആണ്. X2 എന്ന് പറഞ്ഞാൽ റോട്ടോ റിയാക്ടൻസ്, സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലെ റോട്ടോ റിയാക്ടൻസ് ആണ് X2. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ, സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ഒരു റിയാക്ടൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. റൺ ചെയ്യുന്ന ടൈമിൽ റിയാക്ടൻസ് എന്ത് ചെയ്യും, റോട്ടോറിന്റെ വേരി ചെയ്യും. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, സ്ലിപ്പിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി പറയാം, ഇൻഡക്ടൻസിന്റെ XL ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ ഒമേഗ എൽ ആണ്. ഒമേഗ എന്നാൽ 2 pi F into L ആണ്. അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ റോട്ടോർ ഫ്രീക്വൻസി ആണ്, നമ്മൾ റോട്ടോർ ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ റോട്ടോർ ഫ്രീക്വൻസി ആണ്, റോട്ടോർ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ FR ഈക്വൽ ടു S into F1 ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. റോട്ടോർ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു സപ്ലൈ ഫ്രീക്വൻസി ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ S into F1 ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ S കോമൺ ആയി എടുത്തു കഴിഞ്ഞാൽ S into 2 pi F1 L2 ആണ്. ഈ ഒരു ഫ്രീക്വൻസി ഇൻഡക്ടൻസ് ഓഫ് ദ റോട്ടോറും അതുപോലെ തന്നെ സപ്ലൈ ഫ്രീക്വൻസി ഇതൊക്കെ കോൺസ്റ്റന്റ് അല്ലേ. സ്റ്റാർട്ടിംഗ് ടൈമിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ S into X2 ആയിരിക്കും. അപ്പൊ X2 ആ റണ്ണിംഗ് ടൈമിലുള്ള റിയാക്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ലിപ്പ് ആയിരിക്കും. അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. റോട്ടോർ റിയാക്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ലിപ്പ്. സപ്ലൈ വോൾട്ടേജ് റോട്ടോർ റിയാക്ടൻസ് ഇൻഡ്യൂസ് അങ്ങനെ ഒന്നല്ല വരിക. റോട്ടോർ റിയാക്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ലിപ്പ്, ഇതാണ് കറക്റ്റ് ആൻസർ വരിക. ഡയറക്ട്ലി എന്നുള്ള മിസ്സിംഗ് ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ലിപ്പ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ അതിൽ ഒന്നുകൂടി പറയാം, ഇതിൽ ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. FR is equal to S into F1. ഓക്കെ, അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയി വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടോർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ലോഡ്, റിമെയിൻ കോൺസ്റ്റന്റ് വിത്ത് ദ ലോഡ്. ഓക്കെ, ഡിക്രീസസ് ടു മച്ച് വിത്ത് ഇൻക്രീസ് ഓഫ് ദ ലോഡ്, ഡിക്രീസസ് സ്ലൈറ്റ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ്. നിങ്ങൾക്കറിയാം ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ലോഡ് വേരി അനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ വരും, ചെറിയൊരു ഡിക്രീസിങ് വരും അല്ലെ. അല്ലാതെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളും വരില്ല. അതിന്റെ ഓപ്ഷൻ ഡിസ്കഷനിൽ ഒന്നും ഞാൻ കൊടുത്തില്ല, ഡിക്രീസസ് സ്ലൈറ്റ്ലി മാത്രമാണ്. ഇൻഡക്ഷൻ മോട്ടോർ നിങ്ങൾക്ക് അറിയാം ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ അല്ല. കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ എന്നാൽ സിങ്കർണസ് മോട്ടോർ, അത് സാധാരണ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടോർ എന്ന് പറയുന്നത്. ഡി സിയിലേക്ക് പോവുകയാണെങ്കിൽ ഷണ്ട് മോട്ടോർ ഉണ്ട്. ഷണ്ട് മോട്ടോറും ഓൾമോസ്റ്റ് എന്താണ്, ലോഡ് കൊടുക്കുന്നതനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ അതിന്റെ സ്പീഡിൽ വരും. അതുപോലെ തന്നെ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ്, അപ്പോൾ സ്പീഡ് ഒരിക്കലും ലോഡ് കൂടുന്നതനുസരിച്ച് കൂടില്ല. ഓക്കെ, റിമെയിൻ കോൺസ്റ്റന്റ് ആവില്ല. അപ്പൊ വലിയൊരു കുറയലും സ്പീഡ് കുറയില്ല. ലോഡ് കൂടുന്നതനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യില്ല, വലിയൊരു കുറയൽ സംഭവിക്കില്ല. ചെറിയൊരു ഡിക്രീസ് ഓഫ് ദ സ്പീഡ് ഉണ്ടാകുക ലോഡ് കൊടുക്കുന്നേരം. അപ്പൊ സ്പീഡ് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടോർ ഡിക്രീസസ് സ്ലൈറ്റ്ലി വിത്ത് ഇൻക്രീസിങ് ലോഡ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ദ മെക്കാനിക്കൽ ലോഡ് ഓഫ് എ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഇൻക്രീസ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ്, ദ പവർ ഓഫ് ദ
motor will be, the power of the motor will be, sorry, the power factor ആണ് ട്ടോ. The power factor of the motor will be increase, decrease, became unity, remains same. നമ്മൾ അതിന്റെ ഡിസ്കഷനിലേക്ക് പോവാം. The power factor at no load is low because magnetizing component of input current is large part of total input current of the motor. Okay, when the load on the motor increased in phase current supplied to the motor increase, but the magnetizing component current of remain practically same. This means that a resultant line current is more nearly in phase with the voltage and the power factor is improved when the motor is loaded compared with unloaded motor. ഇങ്ങനെയാണ് അതിന്റെ ഡിസ്കഷൻ പറയുന്നത്. ഡിസ്കഷനിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഇൻഡക്ഷൻ മോട്ടോറിൽ ഒരു മാഗ്നറ്റൈസിങ് കറണ്ട് എന്നൊരു സംഭവം ഉണ്ട്. മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളറിയാം ഒരു ഇൻഡക്ഷൻ മോട്ടോറിനെ വർക്ക് ചെയ്യാൻ മാഗ്നറ്റിക് ഫ്ലക്സ് വേണം. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു കറണ്ട് നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സപ്ലൈ നിന്ന് എടുക്കും. ആ കറണ്ടിനെയാണ് മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോ ലോഡ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ നോ ലോഡ് കണ്ടീഷനിൽ ലോഡൊന്നും എടുക്കുന്നില്ല, ആകെ കുറച്ച് കറണ്ട് മാത്രമേ എടുക്കുള്ളൂ. ആ കറണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം പവർ ഫാക്ടർ എന്ന് പറഞ്ഞത് ആക്റ്റീവ് കറണ്ട് വളരെ ആക്റ്റീവ് പവർ വളരെ കുറവാണ്. അപ്പം ആക്റ്റീവ് പവറിന് എടുക്കുന്ന കറണ്ടും വളരെ കുറവാണ്. അപ്പം പവർ ഫാക്ടർ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മോട്ടോർ ഒരു മാഗ്നറ്റൈസിങ് കറണ്ട് അതൊരു ഫിക്സഡ് ആയിരിക്കും. കാരണം അതിന് വേണ്ട ഫ്ലക്സ് എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട കറണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മോട്ടോർ എന്ത് ചെയ്യും, കൂടുതൽ കറണ്ട് എടുക്കും. ആ കൂടുതൽ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് പവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കറണ്ട് ആയിരിക്കും കൂടുതൽ എടുക്കുക. അപ്പം ആക്റ്റീവ് പവറിലെ കറണ്ട് കൂടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ പവർ ഫാക്ടർ എന്ന വാല്യൂ എന്നത് എന്ത് ചെയ്യും, പവർ ഫാക്ടർ എന്ത് ചെയ്യും, കൂടി വരും. ഓക്കെ, സാധാരണ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവർ കുറയും. ആക്റ്റീവ് പവർ നോ ലോഡ് കണ്ടീഷനിൽ ആക്റ്റീവ് പവർ എടുക്കുന്ന കറണ്ട് വളരെ കുറവാണ്. മാഗ്നറ്റൈസിങ് കറണ്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ പവർ ഫാക്ടർ കുറവായിരിക്കും. മോട്ടോർ റൺ ചെയ്യുന്നതിൽ ആക്റ്റീവ് പവറിനുള്ള കറണ്ട് കൂടുതൽ എടുക്കും. അപ്പൊ എന്ത് ചെയ്യും, ഈ പവർ ഫാക്ടർ എന്ന് പറയുമ്പോൾ കോസ് ഫൈ എന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, കൂടി വരും. അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ പറയുക, ദ മെക്കാനിക്കൽ ലോഡ് ഓഫ് ഒരു മെക്കാനിക്കൽ ലോഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ലോഡ് നോ ലോഡ് കൂട്ടി വരുമ്പോൾ അതിന്റെ പവർ ഫാക്ടർ എന്ത് ചെയ്യും, മാറും, ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അതാണ് ആൻസർ വരുന്നത്. പവർ ഫാക്ടർ ഓട്ടോമാറ്റിക് ഇൻക്രീസ് ചെയ്യും. ലോഡ് നോ ലോഡിന് ഫുൾ ലോഡ് വരുമ്പോൾ പവർ ഫാക്ടർ കൂടി വരും. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിൽ നമുക്ക് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. The rotor copper loss of three-phase induction motor is directly proportional to load current slip input of the rotor. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. റോട്ടോർ കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു പി നമ്മൾ പവർ ഫ്ലോ ഡയഗ്രത്തിൽ പഠിച്ചു. അപ്പൊ റോട്ടോർ കോപ്പർ ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, സ്ലിപ്പ് ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, കൂടുതലൊന്നും എക്സ്പ്ലനേഷൻ ആവശ്യമില്ലെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The number of slip ring in squirrel cage induction motor is 3204. നമുക്കറിയാം രണ്ട് തരം ഇൻഡക്ഷൻ മോട്ടോറാണ് മെയിനിലുള്ള, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറും. സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ ഡയറക്ട്ലി സ്റ്റേറ്ററിലേക്ക് സപ്ലൈ വെക്കും. റോട്ടോർ കോപ്പർ ബാർ ആണ്, അത് എന്ത് ചെയ്യാണ്, രണ്ട് എൻഡിലും ഫിക്സഡ് ആണ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ നിങ്ങൾക്ക് അറിയാം റോട്ടോർ വൈൻഡിങ് ആണ്. ആ വൈൻഡിങ് എന്ത് ചെയ്യും, നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, റൊട്ടേറ്റിംഗ് പാർട്ടല്ലേ, നേരെ അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരു സ്ലിപ്പ് റിംഗ് വഴിയാണ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. അപ്പം ഈ ഓരോ സ്റ്റാർ കണക്റ്റഡ് റോട്ടോർ ആയിരിക്കും. അപ്പം സ്റ്റാർ കണക്റ്റഡ് 3 വൈൻഡിങ് ഉണ്ടാവും. ആ 3 വൈൻഡിങ് 3 സ്ലിപ്പ് റിംഗ് വഴിയാണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഒരു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്ലിപ്പ് റിംഗ് ഉണ്ടാവില്ല. ഓക്കെ, 0 ആയിരിക്കും, നമ്പർ ഓഫ് സ്ലിപ്പ് റിംഗ് 0 ആയിരിക്കും. പക്ഷേ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്പർ ഓഫ് സ്ലിപ്പ് റിംഗ് എന്തായിരിക്കും, 3 ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൽ എത്ര സ്ലിപ്പ് റിംഗ് ഉണ്ട്, ആൻസർ 0 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഇഫ് ദ എയർ ഗ്യാപ്പ് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടോർ ഇൻക്രീസ്ഡ്, the power factor will be decreased, magnetizing current will be decreased, magnetizing current will be remain same. Okay, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയർ ഗ്യാപ്പ് ഓഫ് ദ ഇൻഡക്ഷൻ മോട്ടോർ ഇൻക്രീസ് ചെയ്തു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ സ്റ്റേറ്ററിന്റെ റോട്ടോറിനും തമ്മിലുള്ള ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്ററിന്റെ റോട്ടോറിന്റെ എടുക്കാണ് എന്തുണ്ടാകുക, നമ്മൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഈ ഗ്യാപ്പ് ചെറുതാണെങ്കിൽ കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് മതി അല്ലെ. നമ്മൾ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണ്ടേ. അപ്പൊ കൂടുതൽ മാഗ്നറ്റൈസേഷൻ കറണ്ട് വേണം. അപ്പൊ കൂടുതൽ മാഗ്നറ്റൈസേഷൻ കറണ്ട് എടുക്കുമ്പോൾ കൂടുതൽ കറണ്ട് എന്തിനു വേണ്ടി എടുക്കുന്നുണ്ട്, മാഗ്നറ്റൈസിങ് കറണ്ടിന് വേണ്ടി ഇരിക്കുന്ന അല്ലെങ്കിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്.
അപ്പൊ ആക്റ്റീവ് പവറിനെ കമ്പയർ ചെയ്യുമ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ട് കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ ആക്റ്റീവ് കറണ്ട് അത്ര വരുന്നില്ലെങ്കിലും എമൗണ്ട് കൂടുന്നുണ്ട്. അപ്പം പവർ ഫാക്ടർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലെ? സാധാരണ ഇതിൽ ചെറിയ മാഗ്നറ്റൈസിങ് കറണ്ട് ആണെങ്കിൽ നമ്മൾ പവർ ഫാക്ടർ എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. മാഗ്നറ്റൈസിങ് പവർ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടാത്ത, നമുക്ക് ഔട്ട്പുട്ട് പവർ തരാത്ത ഒരു കറണ്ട് ആണ് ഈ മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് അത്യാവശ്യമായ ഒരു സംഭവമാണ്. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് തരുന്നില്ല. അപ്പൊ അതിന്റെ പവർ ഫാക്ടർ എന്തായിരിക്കും? ഈ ഇൻഡക്ഷൻ മോട്ടോറിന്റെ കുറയാണ് ചെയ്യുന്നത്. ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. In an induction motor, if air gap is increased, then power factor of the motor gets decreases because the motor draws more magnetizing current which lags the voltage of more angle. So if the angle between voltage and current is more, then power factor will be low. So നിങ്ങൾക്കറിയാം പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. അപ്പം ഫൈ എന്നുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ മാഗ്നറ്റൈസിങ് ഇൻഡക്റ്റീവ് ആണ്. അത് കൂടുതൽ കറണ്ട് ആകുമ്പോൾ എന്ത് ചെയ്യും? ആംഗിൾ കൂടുതലാവും. അപ്പൊ കോസ് ഓഫ് ദ ആംഗിൾ, അപ്പൊ കോസ് ഓഫ് ദ ആംഗിൾ കൂടുന്നത് എന്ത് ചെയ്യും? കോസിന്റെ വാല്യൂ ടോട്ടലി എന്തായി? കുറഞ്ഞു വരും. അപ്പൊ പവർ ഫാക്ടർ എന്ത് ചെയ്യും? കുറയും. അങ്ങനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എയർ ഗ്യാപ്പ് കൂടി കഴിഞ്ഞാൽ പവർ ഫാക്ടർ വിൽ ബി ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് കറണ്ട് വിൽ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കറക്റ്റ് ആൻസർ ആട്ടോ. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ മാക്സിമം ടോർക്ക് occurs when the slip S is equal to x2/r2 r2/x2 0 യൂണിറ്റ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ്, കൂടുതൽ ചോദിക്കുന്നതാണ്. when S is and the slip S is r2/x2, the torque will be maximum and the slip is called the maximum slip S എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കൂടുതൽ പിന്നെ ടോർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് ടൈമിൽ അല്ലെങ്കിൽ കൂടുതൽ ടോർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? r2/x2 എന്നുള്ള വാല്യൂ സ്ലിപ്പും ഈക്വൽ ആക്കി മാറ്റാം. ഈ r2/x2 എന്ന റോട്ടോർ റെസിസ്റ്റൻസിന്റെയും റോട്ടോർ റിയാക്ടൻസിന്റെയും റേഷ്യോ വാല്യൂ സ്ലിപ്പിന് ഈക്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ ടൈമിൽ ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് മാക്സിമം ടോർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ r2/x2 എന്ന റോട്ടോർ റെസിസ്റ്റൻസും റോട്ടോർ റിയാക്ടൻസ് ചെയ്യുന്ന ഒരു വാല്യൂ കിട്ടും നിങ്ങൾക്ക്. ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ആ വാല്യൂ നിങ്ങൾ സ്ലിപ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, റോട്ടോർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ സ്ലിപ്പുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ടോർക്ക് എന്ന് പറഞ്ഞത് അത് എന്തായിരിക്കും? മാക്സിമം ടോർക്ക് ആയിരിക്കും അല്ലെ? അപ്പം നിങ്ങൾ ഒരു പോയിന്റ് കൂടി ഉണ്ട്. സ്റ്റാർട്ടിങ് ടൈമിൽ S1 ആണ് അല്ലെ? സ്റ്റാർട്ടിങ് ടൈമിൽ S1 ആണ്. അപ്പൊ S = 1, r2/x2 r2 = x2 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു മാക്സിമം ടോർക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മോട്ടോർ ഡിസൈൻ ചെയ്യുക. എങ്ങനെ? S1 ആകുമ്പോൾ r2 = x2 ആയി മാറും. അപ്പൊ റോട്ടോർ റെസിസ്റ്റൻസും റോട്ടോർ റിയാക്ടൻസും സെയിം ഉള്ള ഒരു മോട്ടോറാണ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ എന്ത് കിട്ടും? മാക്സിമം ടോർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നുകൂടി പോവാം. നിങ്ങൾ സ്ലിപ്പ്, ഒരു ഇൻഡക്ഷൻ മോട്ടോർ മാക്സിമം ടോർക്ക് കിട്ടാൻ കണ്ടീഷൻ സ്ലിപ്പ് എന്തായി മാറണം? r2/x2 എന്ന റേഷ്യോയിലേക്ക് മാറണം. r2/x2 ഒരു r2/x2 ഇതിലേക്ക് മാറേണ്ടതാണ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെക്ഷനിലെ. ഡ്യൂറിംഗ് നോ ലോഡ് ടെസ്റ്റ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഡ്രോസ് പവർ ഫോർ കോർ ലോസ് ആൻഡ് കോപ്പർ ലോസ്, ഫോർ കോപ്പർ ലോസ് ആൻഡ് റൊട്ടേഷൻ ലോസ്, for core loss and friction and windage loss, okay, only for very small copper loss. അത് നമ്മള് ഒരു ഇൻഡക്ഷൻ മോട്ടോറിൽ സാധാരണ 2 ടെസ്റ്റുകളാണ് ഉള്ളത്. ഒന്ന് നോ ലോഡ് ടെസ്റ്റും അതൊന്ന് ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റും ആണ് പറയുന്നത്. നോ ലോഡ് ടെസ്റ്റും ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ട്രാൻസ്ഫോമറിൽ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് പോലെ ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് ആണ്. ഈ നോ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നോ ലോഡ് ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ കോർ ലോസ് അതുപോലെ തന്നെ ഫ്രിക്ഷൻ ലോസ്, വിൻഡേജ് ലോസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ നോ ലോഡ് ലോസ് ഉപയോഗിക്കുന്നത്. റോട്ടോർ കോപ്പർ ലോസ് അറ്റ് നോ ലോഡ് എന്ന് പറഞ്ഞാൽ നോ ലോഡ് ടൈമിൽ നമ്മൾ ലോഡ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ കറണ്ട് വളരെ കുറവായിരിക്കും. അതൊരു അപ്പം കറണ്ട് വളരെ കുറവാണ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ I²R ലോസ് അല്ലേ? അപ്പൊ കറണ്ട് വളരെ കുറവാണെങ്കിൽ കോപ്പർ ലോസ് നമ്മൾ നെഗ്ലിജിബിൾ ചെയ്യും, അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, പിന്നെ വേറൊരു പോയിന്റ് പറഞ്ഞാൽ നോ ലോഡ് ലോസിൽ നമ്മൾ എന്താണ്? റേറ്റഡ് വോൾട്ടേജ് 400 വോൾട്ടേജ് മോട്ടോർ ആണെങ്കിൽ നമ്മൾ 400 വോൾട്ടേജ് എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. അതാണ് എന്ത്? ഒരു നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്? കോപ്പർ ലോസ് കണ്ടെത്താനാണ്. ബ്ലോക്ക്ഡ് റോട്ടോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോട്ടോറിനെ എന്തെങ്കിലും പുള്ളിയൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുത്തിട്ട് എന്ത് ചെയ്യും? റേറ്റഡ് കറണ്ട് അഡ്ജസ്റ്റ്. നമ്മൾ റോട്ടോർ ബ്ലോക്ക്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറണ്ട് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ റേറ്റഡ് കറണ്ട് ആവും. അപ്പൊ റേറ്റഡ് കറണ്ട് ഇപ്പോൾ 5 ആംപിയർ ആണെങ്കിൽ നമ്മൾ 5 ആംപിയർ കൊടുക്കുമ്പോൾ ചെറിയ 5 ആംപിയർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു വോൾട്ടേജ് തന്നെ 5 ആംപിയർ അഡ്ജസ്റ്റ് ആവും. അപ്പം ആ കറണ്ട് ഇൻറ്റു I²R, എന്താ ആ കറണ്ടിന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ചെയ്താണ് കോപ്പർ ലോസ് കിട്ടും. അപ്പൊ ബ്ലോക്ക്ഡ് റോട്ടോർ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കോപ്പർ ലോസ് കാണാനും അല്ലെ
ആണ് ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റ് ചെയ്യുന്നത് കോപ്പർ ലോസ് കാണാൻ, നോ ലോഡ് ടെസ്റ്റ് ചെയ്യുന്നത് കോർ ലോസ് കാണാനുമാണ്. ഓക്കെ, കോർ ലോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ കോർ ലോസ് അയൺ ലോസ്, എഡ്ഡി കറന്റ് ലോസ് പ്ലസ് ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവും. എഡ്ഡി കറന്റും ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവും. അതിന്റെ കൂടെ ഫ്രിക്ഷനും വിൻഡേജ് ലോസ് ഉണ്ടാവും. ഓക്കെ, അതിൽ 2 പോയിന്റാണ്. നോ ലോഡ് ടെസ്റ്റിൽ നമ്മൾ റേറ്റഡ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൽ റേറ്റഡ് കറന്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നോ ലോഡ് ടെസ്റ്റിൽ നമ്മൾ കോർ ലോസ്, ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് കിട്ടും. ബ്ലോക്ക്ഡ് റോട്ടർ ടെസ്റ്റിൽ നമ്മൾ കോപ്പർ ലോസ് കിട്ടും. നമ്മൾ ആൻസർ ഈസ് എന്താണ്? നോ ലോഡ് ടെസ്റ്റ് അല്ലേ? നമ്മൾ ആൻസർ വിൽ ബി കോർ ലോസ്, ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസ് ആയിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.